അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദിയും നവാസും മക്കളും സന്തോഷത്തോടെ ഫ്ലാറ്റിലെത്തി. അങ്ങനെയാണ് വാട്സപ്പ് വൈഫൈ കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്യുവാൻ വേണ്ടി നവാസ് ആവശ്യപ്പെടുന്നതും സൗദ അത് ഓൺ ചെയ്യുന്നതും. പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറിയത് കണ്ട് നവാസ് ചോദിക്കുന്നു, സൗദ എന്തു പറ്റി? എന്ത് നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു? പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ്? ഒന്നുമില്ലേക്ക. അവൾ അത് മറച്ചു വെച്ചു. ഒരിക്കലും തൻ്റെ ഇക്കയുടെ സന്തോഷം കളയരുത് എന്നതായിരുന്നു സൗദിയുടെ നിയ്യത്ത്. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട നവാസ്കയെ ഞാൻ ദുഃഖിപ്പിക്കില്ല, വിഷമിപ്പിക്കില്ല എന്ന് കരുതി അവൾ അവളുടെ മനസ്സിലുള്ള വേദന ഉള്ളിൽ കടിച്ചമർത്തി. ഒന്ന് പൊട്ടിക്കരയണമെന്ന് അവൾക്ക് തോന്നി. റബ്ബേ, ഞാനൊരിക്കലും നവാസ്കയെ തട്ടിയെടുത്തിട്ടില്ല. അത് ഞങ്ങളുടെ അയൽവാസി റജിനത്ത് തന്നെയാണ് പറഞ്ഞത്. അല്ലാതൊരിക്കലും ഞാൻ നവാസ്കയെ കണ്ടിട്ട് പോലുമില്ല. പഠിച്ചോനെ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ അവളുടെ ഭർത്താവിനെ തട്ടിയെടുത്തു സുഖിച്ച് ജീവിക്കുക എന്നൊക്കെ. പഠിച്ചോനെ, ഒരിക്കലും അങ്ങനെയുള്ള ചിന്താഗതി എനിക്കില്ലായിരുന്നു. എൻ്റെ ഉമ്മയെയും കുടുംബത്തെയും നോക്കണം. ഞാൻ ജോലി ചെയ്യുന്ന ആ ഒരു ടൈലറിങ് വഴി എങ്കിലും അവർക്ക് പട്ടിണിയില്ലാതെ നോക്കണമെന്നായിരുന്നു ആഗ്രഹം. വീട്ടിൽ ഉപ്പയുടെ കാര്യം അത് പറയുകയാണെങ്കിൽ വല്ലപ്പോഴും വരും പോകും അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞങ്ങളുടെ പട്ടിണി മാറുമായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ തൊഴിൽ രംഗത്ത് മികച്ചതായിട്ട് നിന്നത്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ പെരുന്നാൾ സീസണിലും എന്തൊക്കെ തന്നെയാലും സ്കൂൾ തുറക്കുന്ന സീസണിലൊക്കെ യൂണിഫോമും ഡ്രസ്സുകളൊക്കെ തയ്പ്പിക്കാൻ കൊണ്ടുവരും. ഞാനത് ചെയ്തു കൊടുക്കും. അങ്ങനെ അല്ലലും അലട്ടുമില്ലാതെ ഞങ്ങളങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ബാപ്പയുടെ കാര്യത്തിൽ അത്ര വിശ്വസിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയായിരുന്നു. അല്ലാതെ ഒരിക്കൽ പോലും ഞാനൊരാളെ മയക്കുവാനോ അല്ലെങ്കിൽ വീഴ്ത്തുവാനോ നിന്നിട്ടില്ല. ശരിക്കും നല്ല രീതിയിലുള്ള വിവാഹം റജിനത്ത വീട്ടിൽ വന്ന് പറഞ്ഞത്, അത് ഉമ്മ ചോദിച്ചത്. പിന്നെ 2 മക്കളുള്ള ഒരാളെ കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിമാരെയാണ് ഞാൻ ഓർത്തത്. മൂത്തവളായ ഞാനൊന്ന് മാറി നിന്നെങ്കിലല്ലേ അനിയത്തിമാർക്ക് ഒരു വഴിയാകുകയുള്ളൂ എന്ന് കരുതി ഞാൻ ഒന്ന് അതിനുവേണ്ടി സമ്മതം മൂളിയത്. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് ഒരാളെ മനസ്സ് വേദനിപ്പിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. പക്ഷെ അപ്പോഴും അവർ പറഞ്ഞത് ഭാര്യ കൂടെ ഇല്ലാത്തവളാണ്, ഭാര്യ ജീവിക്കുന്നില്ല, അവർ സന്തോഷത്തിലല്ല എന്നായിരുന്നു. അല്ലാതെ ഭാര്യയുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെ ഒരിക്കലും ഞാൻ ജീവിക്കാൻ തയ്യാറാകുമായിരുന്നില്ല. ഒരാളുടെ കണ്ണുനീര് കുടിപ്പിക്കുന്നതും എനിക്ക് ഇഷ്ടമില്ലല്ല. പക്ഷെ എന്നിട്ട് എന്നെ അവരിങ്ങനെയൊക്കെ പറയുന്നത്. സൗദ, നവാസിൻ്റെ വിളി. എന്താ ഫുഡ് വേണ്ടത്? അല്ലിക്ക, നമ്മൾ കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസൊക്കെ. അത് ഇവിടെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, അവരൊന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ വന്നു. അതെ, ഉമ്മ കൊടുത്തയച്ച ആ ഒരു ഭക്ഷണ സാധനങ്ങളും അതെല്ലാം അവർക്കെല്ലാം ഷെയറാക്കി കൊടുത്തു. സന്തോഷത്തോടെ ബീവിയെ കാണുവാനും സംസാരിക്കുവാനും പലരും കൂട്ടുകാരുടെ ഭാര്യമാരൊക്കെ എത്തി. പേരെന്താണ്? എൻ്റെ പേര് സൗദ. മാഷാ അല്ലാ, മോൾ ആദ്യമായിട്ടായിരിക്കില്ലേ? എന്തൊക്കെ തന്നെയാലും റാഹത്താകട്ടെ. നല്ല ഇതാ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് മോളെ. ഞങ്ങൾക്കൊക്കെ ഇത് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ വെച്ച് ഉണ്ടാക്കിയ ഫുഡൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ നമുക്ക് എത്രയൊക്കെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടിയാലും ഈ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടൂല. അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും ഇതൊക്കെ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ സൗദ തന്നെ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. സൗദ എല്ലാവർക്കും കൊടുത്തേക്കിട്ടോ. ഇക്ക, എല്ലാവരും നല്ല സൗഹൃദത്തിലായിരുന്നു. മാഷാ അല്ലാ. ചുരുക്കി പറഞ്ഞാൽ സൗദിയുടെയും നവാസിൻ്റെയും ജീവിതം അവിടെ തുടങ്ങുകയാണ്. നല്ല സമാധാനത്തോടെയുള്ള ജീവിതം. സൗദ, എങ്ങനെയുണ്ടടി ഇത്രയും വലിയൊരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ? മാഷാ അല്ലാ, ഒരിക്കൽ പോലും ഞാൻ ഇത്ര വലിയ ഫ്ലാറ്റിൽ കയറിയിട്ടില്ല, നോക്കിയിട്ടില്ല. എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എല്ലാം ഇക്കയെ പടച്ച റബ്ബ് എനിക്ക് തന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ. മോളെ അങ്ങോട്ട് നോക്കിക്കേ. മോളെയും മോനെയും നല്ല രീതിയിൽ കളിപ്പിച്ചുകൊണ്ട് സൗദ അവിടെ നിൽക്കുന്നു. പിന്നെ ഉമ്മാക്കൊന്ന് വീഡിയോ കോൾ ചെയ്യണ്ടേ? വിളിക്കാം. അപ്പോൾ തന്നെ ഉമ്മാക്കഥ വീഡിയോ കോൾ ചെയ്യുന്നു നവാസ്. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, എങ്ങനെയുണ്ടടാ? എത്തിയിട്ട് റൂമൊക്കെ സെറ്റായോ? ഉമ്മ, അതൊക്കെ എപ്പോഴേ റൂം സെറ്റായി.
ഞങ്ങളൊരു ഫ്ലാറ്റിലാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലാറ്റിൽ ഞങ്ങൾ 28ാമത്തെ നിലയിലാണ്. മാഷാ അല്ലാ, കുഴപ്പമില്ല, എല്ലാം റാഹത്താണ്, സന്തോഷമാണ്. മോനെ സമാധാനമായി നിങ്ങളവിടെ നിന്ന് ജീവിച്ചാൽ തന്നെ മതി. ഉമ്മ വിസിറ്റിംഗ് എടുത്ത് പോകുന്നതല്ലേ, അപ്പോൾ ഇനി മോനെ എന്തൊക്കെ തന്നെയാലും വേണ്ടി 2-3 മാസം അവിടെ നിന്നോളി. പിന്നെ എന്താ വെച്ചാൽ കാട്ടാം. പിന്നെ വിസ അടിക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് നേരിട്ട് അവിടുന്ന് അങ്ങോട്ട് സൗദിക്ക് പോവുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടാം. അല്ലാതെ ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല. ഉമ്മ അതെന്താ അങ്ങനെ? അല്ലേ, നിങ്ങൾ നല്ല മട്ടത്തിൽ ജീവിക്കുക, അതിന് എനിക്ക് സന്തോഷം. അതിനേക്കാളും വലിയൊരു സന്തോഷം ഉമ്മക്ക് ഇന്നില്ല. ഉമ്മയുടെ ഫോൺ സൗദ് വാങ്ങുന്നു. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ സൗദ, സുഖല്ലമ്മാൻ്റെ കുട്ടിക്ക്? വീട്ടിലേക്ക് വിളിച്ചിരുന്നോ? ഇല്ല, ആദ്യമായിട്ട് ഇങ്ങോട്ടാണ് വിളിക്കുന്നത്. ഉമ്മാക്ക് നേരത്തെ മെസ്സേജ് അയച്ച് മോളെ വീട്ടിലേക്ക് വിളിക്കട്ടോ, വിളിച്ച് വർത്താനൊക്കെ പറയും, കാര്യങ്ങളൊക്കെ പറയും. മോൾക്ക് റാഹത്തല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. റൂമൊക്കെ എങ്ങനെയുണ്ട് മോളെ? നോക്കട്ടെ. ഉമ്മ ഇതാ നല്ല അതിമനോഹരമായ കാഴ്ചകൾ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ഫ്ലാറ്റ്. അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇക്കയുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നു, അവർക്കൊക്കെ ഫുഡും കാര്യങ്ങളും കൊടുത്തില്ല മോളെ? ഉമ്മ എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെ നാടൻ ഐറ്റംസ് എന്ന് പറയുമ്പോൾ അതൊരു വേറെ തന്നെയാണല്ലോ. എന്തൊക്കെ തന്നെയാലും ഉമ്മ റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇവിടെ എത്തി. മക്കളെവിടെയാണ്? ഇതാ മക്കൾ ഇവിടെ ഓടി കളിക്കുകയാണ്. ഇവർക്ക് ഇവിടെ കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ. അത് ശരി, അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഫ്ലാറ്റാണല്ലേ? ഉമ്മ കുഴപ്പമില്ല. മോൾക്ക് സന്തോഷമായോ? സന്തോഷമായി. എന്നാൽ ഉമ്മാക്ക് വിളിക്കട്ടോ. ഐഷുമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ്. എൻ്റെ റബ്ബേ, മാഷാ അല്ലാ. എന്നാൽ ഈ സമയം അതാ റജിനത്ത അവിടെ സൗദിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അല്ലാ, ഇതേ വിളിക്കണേ എൻ്റെ താത്ത. ഹലോ താത്ത. മോളെ ഓലവിടെ എത്തി, നല്ല സുഖമായിട്ട് നല്ല ഫ്ലാറ്റിലും കാര്യങ്ങളൊക്കെ ജീവിതമൊക്കെ തുടങ്ങിയിരിക്കണേ. പിന്നെ ഓൾ അങ്ങോട്ട് വിളിച്ചിരുന്നു ചോദിച്ചോക്ക്, അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്നാണ് അവരുടെ ഉമ്മയുടെ ഫോൺ. മോള് വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ. മോളെ അസ്സലാമു അലൈക്കും. എങ്ങനെയുണ്ടടി മോളെ? ഉമ്മ റാഹത്താണ്, അൽഹംദുലില്ലാ, സുഖമായിട്ട് പോണു. ഇവിടെ ഉമ്മ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എത്ര വലുതാണോ, വളരെയധികം വിശാലമായ റോഡും കാര്യങ്ങളും എത്ര മനോഹരമാണുമ്മ ഇവിടെ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ. ഈ ഗൾഫ് എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ്. അത്രക്കും വൃത്തിയുള്ള അന്തരീക്ഷം, എല്ലാം വൃത്തിയുള്ളത്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും പെരന്ന് കിടക്കുക അല്ലെങ്കിൽ അവിടെയും എവിടെയെങ്കിലും കവറ് കടലാസ് കുപ്പി ഒന്നുമില്ലാത്ത വളരെ ക്ലിയർ സിറ്റി ആയിട്ടാണ് ഇവിടെയൊക്കെ. ഉമ്മ അതൊന്ന് കാണേണ്ടത് തന്നെയാണ് ഉമ്മ. മാഷാ അല്ലാ, എനിക്ക് കണ്ട് സത്യം പറഞ്ഞാൽ അറബ് നാട് എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം സുന്ദരമാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഉമ്മ. മോളെ എന്തായാലും എൻ്റെ കുട്ടി അവിടെ എത്തിയല്ലോ, ഭാഗ്യം തന്നെ. ഉമ്മ സത്യമായിട്ടും ഈത്തപ്പഴ മരങ്ങളൊക്കെ കണ്ട് കാണുമ്പോൾ എൻ്റെ കണ്ണിന് കുളിർമയേകണം. ഞാൻ അങ്ങനെ വിചാരിക്കണം, പഠിച്ചോനെ അന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ഒരു കാലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ഈത്തപ്പഴ മരങ്ങളും ഒരു ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് അന്നത്തെ ഒരു ഫീലാണ് ഉമ്മ വരുന്നത്. മോളെ ആയിക്കോട്ടെ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പിന്നെ മോളെ ഫോട്ടോസൊക്കെ അയക്കേണ്ടിട്ടോ. എൻ്റെ ഫോട്ടോസും നവാസിൻ്റെ മക്കളിതൊക്കെ അയക്കേണ്ടിട്ടോ. അവിടുന്ന് എവിടെ പോവുകയാണെങ്കിലും ഏതായാലും അൽഹംദുലില്ലാ എൻ്റെ കുട്ടി അവിടെ എത്തിയല്ലോ. ഉമ്മാക്ക് സന്തോഷമായി. ഉമ്മ എന്ന് ഞാൻ പിന്നെ വിളിക്കാട്ടോ, പെട്ടെന്ന് ആരോട് വന്നിട്ടുണ്ട്. ഓക്കെ മോളെ, എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. ഉമ്മ പടച്ച റബ്ബിനോട് ദുആ ചെയ്ത്, റബ്ബേ എൻ്റെ കുട്ടി ഭാഗ്യവതി തന്നെയാണ്, നിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം. 2 കുട്ടികളുണ്ടെന്ന് കരുതിയിട്ട് ഒരു ബന്ധം തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ എൻ്റെ കുട്ടി ഇപ്പോഴും ഇവിടെ ഇരുന്ന് മെഷീൻ അടിക്കുന്നുണ്ടാവും. റജിയെ പോയോ? എന്തായി താത്തവള് വർത്താനം പറഞ്ഞു? റാഹത്താണ്. അതന്നെ ഇപ്പം കണ്ടില്ല നിങ്ങൾ? അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ താത്താനോട് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ സൗദൻ്റെ സമ്മതം, നിങ്ങളെ വീട്ടുകാർ 2 കുട്ടികളുള്ള പുതിയാപ്പിളിനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടൂലല്ലോ. അതുകൊണ്ടൊന്നുമല്ല, ഇപ്പോൾ ഓൾക്ക് എല്ലാം കൊണ്ട് സുഖമാണ് ഓളെ ജീവിതത്തിൽ. ഇപ്പം എന്തായി, അന്ന് ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് അതന്നെ എൻ്റെ കുട്ടി പിന്നെ എതിരും ഒന്നും പറഞ്ഞിട്ടില്ല, പാവം. ഒക്കെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് അങ്ങനെ പിതാവിൻ്റെ നോക്കണ്ട, ഒക്കെ എൻ്റെ ഇഷ്ടത്തിനാണ് നിന്നത്. പിതാവ് വല്ലപ്പോഴും വരും പോവും, അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ ചിന്തിക്കാനുമില്ല. എന്നാലും നിങ്ങളെ മോള് രക്ഷപ്പെട്ടല്ലോ, അത് മതി. മരിക്കോളം ബന്ധം തുടരട്ടെ എന്നാണ്, ആരും അതിൻ്റെ ഇടയിൽ കയറി വരാതെ. അങ്ങനെയുണ്ടല്ലോ, മനസ്സിലുള്ളൊക്കെ ചെറിയൊരു പേടിയും ബേജാറൊക്കെ. ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അവിടെ എത്തിയില്ലേ, ഈ നാട്ടിൽ നിന്ന് പോയി കിട്ടിയില്ലേ, പിന്നെ ഇപ്പം എന്താ, അങ്ങോട്ടൊന്നും ആരും ഓലെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല. അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഫസീലയുടെ സ്വഭാവം റിജിനത്താക്ക് അറിഞ്ഞത് കൊണ്ട് തന്നെ മനസ്സിനുള്ളിൽ ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഇത്താത്ത വിളിച്ചിരുന്നു, എടി ഞങ്ങൾ പോയി എയർപോർട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല, വീട്ടിൽ ആർക്കേ വന്ന് എന്തൊക്കെയോ ആക്രമിച്ചിരിക്കണ, ചെടിച്ചട്ടിയും പൂക്കളും ഒക്കെ ആകെ വലിച്ചിട്ട് പൊട്ടിച്ച് ആകെ എന്തൊക്കെയോ ആക്കിയിരിക്കണടി, എന്തോ അറിയില്ല. പിന്നെ അറിയാൻ കഴിഞ്ഞത് നിങ്ങളെ മരുമകൾ ഫസീല വന്നതിന് അപ്പുറത്ത് ജമീലത്താത്ത വന്ന് പറഞ്ഞത്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താത്ത ഓളെ ശല്യം ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ലല്ലേ? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമ്മൾക്ക് ഇതിനെതിരെ നടപടി എടുക്കേണ്ടി വരും. അതിന് അതല്ലടി മക്കളെ തേടി അതിന് ഓള് നമുക്ക് ഡൈവേഴ്സ് ചെയ്തിക്കണേ, ഡൈവേഴ്സ് നോട്ടീസ് ഓനെ അയച്ചിക്കണേ വിചാരിച്ചിക്കണ്ട് ഓളിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ. ഒപ്പിട്ട് കഴിഞ്ഞാലല്ലേ പെട്ടെന്ന് നമുക്കത് ഇതാകുള്ളൂ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ വേറെ കുറേ പരിപാടിയൊക്കെ നോക്കേണ്ടി വരും. എന്തായാലും താത്ത ശ്രദ്ധിക്കണം, അങ്ങനത്തോലൊന്നേ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നിനും മടിക്കാത്തോലാണ് ഓലൊക്കെ. എന്നാൽ ആവശ്യമേയും വിചാരിക്കുന്നു ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും ഓല് പെടുന്നാൻ രക്ഷപ്പെട്ടിക്കണേ. ഇനിയിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ അവിടെ വെച്ച് കാണാം. അല്ലാതെ ഇപ്പം എന്താ കാട്ടുക? ഓളുള്ള ഇഷ്ടത്തിനെ കാട്ടിക്കൂട്ടുക, പോവുക, പിന്നെ ഓൾക്ക് തോന്നുമ്പോൾ കയറി വരിക. ഇതെന്താ വെള്ളരിക്കാപ്പെട്ടണോ? എന്തൊക്കെ തന്നെയായാലും അതാ സൗദിയുടെ മനസ്സിൽ ചെറിയൊരു വേദന, ഒരു പേടി, ഒരു വിഷമം കുടുങ്ങിയിരുന്നു. ആ ഒരു മെസ്സേജ് കണ്ടിട്ട് ആ ഡിഗ്ഗിൻ്റെ മാപ്പിളിനെ പാട്ടിലാക്കി കൊണ്ടുപോയി സുഖിക്കുകയല്ലടി. അതവളുടെ മനസ്സിൽ വല്ലാത്തൊരു കനൽ എരിയുന്നുണ്ടായിരുന്നു. ഫസീലത്ത എന്ന് പറഞ്ഞ അവർ എന്നോട് ഹസ്ബൻഡ് നവാസ്ക്ക് അന്നേ പറഞ്ഞിരുന്നു അവൾക്കൊന്നും റീപ്ലൈ കൊടുക്കരുത് ഒന്നും. പക്ഷേ ഇത് എങ്ങനെയാണ് ഒന്ന് ഒഴിവാക്കി വിടുക എന്നെനിക്കറിയുന്നില്ല. തൽക്കാലം ഈ നമ്പറങ്ങ് ബ്ലോക്ക് ചെയ്യാം, അതായിരിക്കും നല്ലത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മെസ്സേജൊന്നും വരില്ലല്ലോ. തൽക്കാലം നവാസ്കയെ വിഷമിപ്പിക്കണ്ട. നവാസ്ക പാവാണ്, ഒരുപാട് സഹിച്ചവരാണ് നവാസ്ക. ഒരിക്കലും അദ്ദേഹത്തെ ഇനി ഞാൻ വിഷമിപ്പിക്കൂല റബ്ബേ. കാരണം അദ്ദേഹം ഒരുപാട് വേദന സഹിച്ച ആളാണ്, വിഷമങ്ങൾ സഹിച്ചതാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പറയുന്നില്ല. എൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടെങ്കിലും അത് അവിടെ നിന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നാലും നവാസ്ക വേദനിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നവാസ്കയോടൊന്നും പറഞ്ഞില്ല. അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൗദയുടെ പിന്നിലൂടെ വന്ന ആ ഒരു സ്പർശനം അവൾ തിരിഞ്ഞു നോക്കി. ഇക്ക, സൗദ എന്താ ഇവിടെയുള്ള ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണോ? മാഷാ അല്ലാ, എത്ര ഭംഗിയാണല്ലേ ഇവിടെ. സൗദ, ഇതൊന്നല്ല, ഒരുപാട് കാണുവാനുണ്ട്, ഇഷ്ടംപോലെ കാണുവാനുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, ഇത് തന്നെ എത്ര മനോഹരമാണ്. പടച്ച റബ്ബിൻ്റെ ഓരോ കഴിവുകളാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര ഭംഗിയിലാണല്ലേ എല്ലാം പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഇനിയുമുണ്ട്. ഇത് തന്നെ കണ്ട് എനിക്ക് ആ ഈത്തപ്പഴ മരം കാണുമ്പോഴന്നെ മനസ്സിനുള്ളിലേക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഈത്തപ്പഴ തോട്ടങ്ങളും ആ ഒരു ബിൽഡിങ്ങുകളും റോഡുകളും ഇവിടെയുള്ള ആ ഒരു അച്ചടക്കം, അതെല്ലാം കൂടി കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുളിർമയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം ഫ്ലാറ്റിൻ്റെ ഉയരങ്ങളിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് നമ്മുടെ സൗദ. മക്കൾക്കും തന്നെ നല്ല ഹാപ്പി. മക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിലൊക്കെ അവൾ വളരെയധികം കൃത്യനിഷ്ഠ പാലിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നവാസിന് സൗദിയോടുള്ള സ്നേഹം കൂടിക്കൂടി വന്നു. എന്നാൽ നാട്ടിൽ നിന്ന് ഉമ്മയുടെ ആഗ്രഹം ഇതായിരുന്നു. പഠിച്ചോനെ അള്ളാഹുവേ, വേഗം ഓൾക്കൊരു കുഞ്ഞിക്കാല് കൊടുക്ക് റഹ്മാനെ. കാരണം അവൾക്കൊരു ഉറപ്പുവാണെന്നുണ്ടെങ്കിൽ ഓൾക്കൊരു കുട്ടി വേണം. അതല്ല മറ്റോളെ വിശ്വസിക്കാനൊന്നും പറ്റൂല. കുട്ടികളെങ്ങാനും തട്ടിക്കൊണ്ടായാലേ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടായാലേ പാവം ആ പെണ്ണിന് ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് വേഗം പഠിച്ചോനെ അവർക്കൊരു കുഞ്ഞിനെ നൽക്. എന്നാൽ അന്ന് നവാസ് പറയുന്നു, സൗദ നമുക്കൊന്ന് ഔട്ടിങ്ങിന് ഇറങ്ങണ്ടേ? ഇക്ക, ആയിക്കോട്ടെ. പിന്നെ ഞാൻ മാള് തുടങ്ങാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു തരാം. അത് ജസ്റ്റ് ഒരു പാർട്ട്ണറുടെ അടുക്കലാണ്. ശരിക്കും നമുക്കത് വാങ്ങാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കാണാൻ പോകാം. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലിക്ക. അന്നവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ആ ഒരു വാഹനത്തിൽ കയറി അവർ യാത്ര ചെയ്യാൻ തുടങ്ങി. മാഷാ അല്ലാ, ഇക്ക എത്ര മനോഹരല്ലേ. പെണ്ണേ, നമുക്ക് ഒരുപാട് കാണാനുണ്ട്. ഇൻഷാ അല്ലാ ഒക്കെ കാണണം. എന്നാൽ ഈ സമയം നാട്ടിൽ ജമീല താത്തയുടെ മരുമകൾ നേരെ അതാ ഫസീലക്ക് മെസ്സേജ് അയക്കുന്നു. ഡി, എന്തായി? നീ നല്ല രീതിയിൽ അവിടെ ശരിയാക്കിയിട്ടുണ്ടല്ലേ? എനിക്ക് ദേഷ്യം വരിക. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടിയില്ല, വാതിലൊക്കെ പൂട്ടിയിട്ട് എവിടേക്കോ സുഖിക്കാൻ പോയിക്കണം അവരെല്ലാവരും. വിട്ടുകൊടുക്കുകയേ ചെയ്യരുത്. നീ വരണം, ഇനിയും വരണം. ആ സൗദന അവിടുന്ന് ആട്ടി വിടുവോളം നീ വരണം. പിന്നെ നീ വന്ന് നിൻ്റെ മക്കളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകണം. ഓള് മക്കളെ വെച്ചാണ് കളിക്കണത്. മക്കളോട് നല്ല സ്നേഹം കാണിക്കുക. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടല്ലോ. അതാണ് ഓള് വിളവെത്തി എന്ത് സാധനമെന്നോ.
മക്കളെ നല്ല രീതിയിൽ സ്നേഹിച്ച് കൊണ്ട് നടക്കുക. നീ വരെ അങ്ങനെ നോക്കിയിട്ടില്ല നിൻ്റെ മക്കളെ. അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്ത് അവരുടെ ഡ്രസ്സൊക്കെ നോക്ക് എത്ര അലക്കിയാലും വെയിലത്തിട്ട് ഉണക്കി അങ്ങനെ മക്കൾക്ക് അണുബാധ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്ര ശ്രദ്ധയിൽ ഓൾ നോക്കി ഉണ്ടാക്കിയിട്ട് ഓർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക, കറക്റ്റ് സമയത്തിന് ഉറക്കുക. എന്താ കെയറിങ്ങെന്നോ. അതൊക്കെ ഇടി വിളവാണ്. അവനെ എങ്ങനെയെങ്കിലും അവൻ്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ളേ. ഇങ്ങനൊരു ഭാര്യ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ പോലും ഓൾക്കില്ല. ഭയങ്കര സാധനമാണ്. കുട്ടികളെ വെച്ച് കളിച്ചോള് വിജയിച്ചു, നീ അതിൽ തോറ്റു, അതേ പറയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഓളെ വിജയിക്കാൻ സമ്മതിക്കരുത്. ഓളെ ചെറ്റ കൊടുക്കന്നെ ഇവിടെ നിന്ന് തട്ടണം. അതിന് വേണ്ടിയിട്ട് ഈ നല്ലൊരു കളി കളിക്കണം. ഈ വാ വീണ്ടും വന്നിട്ട് നല്ലോണം അവിടെ ഒച്ചപ്പാടുണ്ടാക്കണം. എൻ്റെ കുട്ടികളെങ്കിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കണം. നീ പറ്റുന്നുണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഞാൻ തരാം, എല്ലാ വിവരങ്ങളും ഞാൻ തരാം. പിന്നെ ഇവിടെ ഒരു തള്ളുണ്ടല്ലോ ജമീല, എൻ്റെ അമ്മായിമ്മ, അതിപ്പോൾ വല്ലാതെ പോകണമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നം മുട്ടിയ പോലെയാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കണം. മറ്റ് പോണില്ലപ്പോൾ എന്താ അറിയില്ല, ഞാൻ ഓല ഒഴിവാക്കിക്കണോ എന്താ അറിയില്ല. അതേ ഓലെ നല്ലൊരു കളി ഞാൻ ഓല കളിപ്പിക്കും. ഓല അത്ര വലിയൊന്നുമില്ല. ഒരു ദിവസം തള്ള എന്നെ വന്ന് ചീത്തറാണ് എൻ്റെ അമ്മായിമ്മ. അതേ ഇജ്ജ് അടങ്ങി ഒതുങ്ങി നിന്നോ, കുടുംബബന്ധം തകർക്കരുത്, ദാമ്പത്യ ജീവിതം തകർക്കരുത്, ഓല് ജീവിക്കണേ എനിക്കെന്താന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ വന്ന് ചീത്തറിഞ്ഞു. അങ്ങനെ പറയാൻ പാടുണ്ടോ? അന്ന് എനിക്ക് തള്ളനെ നോട്ടിട്ടിക്കണേ. പിന്നെ ഇജ്ജ് വന്നോണ്ട് ഇജ്ജ് എൻ്റെ മക്കളെ കിട്ടണം എന്ന് തന്നെ പറഞ്ഞ് വാശി പിടിക്കണം. എൻ്റെ മക്കളെ കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ എന്താവും? അവർ അവിടെ എതിർപ്പില്ല നമുക്ക്. കാരണം 12 വയസ്സ് വരെ ഉമ്മമാരുടെ അടുത്ത് തന്നെയാണ് മക്കളുള്ളത്. അങ്ങനെയാണ് നിയമം. അപ്പോൾ നീ എന്തൊക്കെ പറഞ്ഞാലും കോടതിയിൽ പറഞ്ഞാലും നിൻ്റെ ഭാഗത്തിന് ന്യായീകരണം ഉണ്ടാകുക. ഇപ്പോൾ കോടതിൻ്റെ ഇതൊക്കെ പെണ്ണുങ്ങൾക്കല്ലേ ആണുങ്ങൾക്കല്ലല്ലോ അനുകൂലമായി നിൽക്കണത്. നീ എന്തൊക്കെ ഇപ്പം തന്നെ പറഞ്ഞോ, ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞോ. ഈ അതിന് മുന്നേ എന്ത് ചെയ്യണം? ഫസ്റ്റായിട്ട് വന്നിട്ട് എൻ്റെ മക്കളെ കാണണമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ വരണം. അതാണ് വേണ്ടത്. ബാക്കിയൊക്കെ ഞാനും കുറേയൊക്കെ റെഡിയാക്കി തരാം. നീ വാ. ജമീലത്താത്തയുടെ മരുമകൾ പറഞ്ഞത് ശരിയാണെന്ന് അതാ ഫസീലക്കും തോന്നുന്നു. അതെ, അവൾ എന്നെക്കാളും ബുദ്ധിയുള്ള പെണ്ണാ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു നാടകം കളിക്കാഞ്ഞാലേ ഒക്കെ കുളമാകും. അതെ, എന്തൊക്കെ തന്നെയായാലും അവർ പറഞ്ഞത് അതിനനുസരിച്ച് ചെല്ലണം. എന്തൊക്കെ എന്തായാലും എൻ്റെ മക്കളെ നോക്കുന്നുണ്ട്, ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുളിപ്പിക്കുന്നുണ്ട്, തിന്നാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതൊക്കെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറൊന്നും അല്ല. അപ്പം എൻ്റെ മക്കളോട് അവൾക്ക് എന്ത് സ്നേഹ പറ്റി. എനിക്ക് വരെ അവളോട് ഇപ്പോൾ സ്നേഹമല്ല. എന്നിട്ടപ്പോൾ ഓൾക്ക് കള്ളത്തി. അന്നും അവൾ മാറ്റിയൊരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളെ കൂടെ ജീവിക്കുന്ന അയാൾ ചോദിച്ചു, അല്ല നീ ഇന്നെങ്ങോട്ടാ? അതിപ്പോൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി നിൽക്കണത്? ഞാൻ എങ്ങോട്ടും എൻ്റെ ഇഷ്ടത്തിന് പോണേ നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ഞാൻ എല്ലാം ബോധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ശരിക്കും ഫസീലയുടെ സ്വഭാവം അയാൾക്ക് തന്നെ വെറുത്തു പോയി. ഏതൊരു സമയത്താണ് ഇവളെ കൂടെ ജീവിക്കാൻ എനിക്ക് തോന്നിയത്? അത് എൻ്റെ സ്വന്തം കുടുംബങ്ങളെയൊക്കെ വിട്ടിട്ട് ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടൊക്കെ കളവ് പറഞ്ഞ് ഡ്യൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു നേരത്താണ് ഇതിന് തോന്നിയത്? ഇവള് ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്കും തന്നെ അവളുടെ പ്രവൃത്തി പറ്റിയങ്ങ് വെറുത്തിരുന്നു. ഫസീല, നീ എങ്ങോട്ടാണ്? അതെ, ഞാൻ എൻ്റെ ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. നിങ്ങളത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം അങ്ങനെ ആയല്ലേ? എന്തൊക്കെയായിരുന്നു എൻ്റെ കൂടെ കൂടുമ്പോൾ? പാലാണ് തേനാണ് എന്നൊക്കെ പറഞ്ഞ്. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. ഞാൻ അത്തരക്കാരിയാണ്. അല്ലാതെ ഒരാളെ കീഴിലിങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഫസീലൊക്കെ ചേർന്നതല്ല. എനിക്കത് ഇഷ്ടമല്ല ഒരാളെ കീഴിൽ പേടിച്ച് ജീവിക്കുക എന്നുള്ളത്. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ട്, അതിനനുസരിച്ച് ഞാൻ ജീവിക്കും. അതല്ല, നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളല്ല, എനിക്ക് വേറെയും ആളെ കിട്ടും. ഓക്കെ? അത് കേട്ടപ്പോൾ അയാൾക്ക് ആകെ അങ്ങ് മടുത്തു. ഞാനൊരു വിഡ്ഢിയായിപ്പോയി. ഈ പെണ്ണിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് അവളുടെ വലയിൽ കുടുങ്ങി ഇവളുടെ കൂടെ ജീവിക്കുന്നത്. സ്വന്തം മക്കളെ, സ്വന്തം ഭാര്യയുടെ അവരോടൊക്കെ കളവ് പറഞ്ഞ് ഇവളുടെ കൂടെ ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ ജീവിച്ചത്? ഇവൾ പറയുന്നത് കേട്ടില്ലേ? എനിക്ക് നിങ്ങളില്ലെങ്കിൽ വേറെ ആളെ കിട്ടുന്നു. അയ്യേ, ഇത്രക്കും മോശം സ്ത്രീയാണെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഫസീല എന്ന പേരിൽ എന്ത് ബുദ്ധി തോന്നി എനിക്കറിയുന്നില്ല. അന്ന് അയാൾക്ക് നല്ല വിഷമം തോന്നി. ഫസീല അന്നും മാറ്റിയിറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. അതെ, കുറച്ചൊക്കെ കൂടെ ജീവിക്കുന്നവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ അത് നല്ലതാണ്. അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നടക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നതിന് വളരെയധികം ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ജീവിതം.
ഓഹോ, അപ്പോൾ എന്നെ ഒഴിവാക്കാനായിരിക്കും പ്ലാനല്ലേ? അത് ഞാൻ പറഞ്ഞില്ല. എവിടെ പോകുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ അതെനിക്ക് നേരം വൈകിയാലും എനിക്ക് അന്വേഷിച്ചു വരാം. ഏയ്, എന്നെ ഒരാളും അന്വേഷിച്ചു വരണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ കൈ കടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. ഓഹോ, നീ ഇപ്പം അങ്ങനെ ആയി തീർന്നു. നീ ആളാകെ മാറിക്കഴിഞ്ഞു അല്ലേ? എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞു. നിൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ നേടിത്തന്നു. എനിക്കുള്ള സാലറിയിൽ പകുതി മുക്കാലും നിനക്ക് വേണ്ടിയാണ് ഞാൻ ചിലവഴിക്കുന്നത്. എൻ്റെ കുടുംബത്തിന് വേണ്ടി 1/4 മാത്രം. അതെ, ആ ഉണക്കത്തള്ളക്കും കുട്ടികൾക്കും അത് മതി. എനിക്കാണ് ആഡംബര ജീവിതം ഇവിടെ വേണ്ടത്, അല്ലാതെ അവർക്കല്ല. അതെ, ഞാൻ തന്നെയാണ് നിനക്ക് വേണ്ടി എല്ലാം. എൻ്റെ സാലറിയുടെ 3/4 നിൻ്റെ മേക്കപ്പ്, നിൻ്റെ ബ്യൂട്ടി പാർലർ, നിൻ്റെ ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, നിനക്ക് വേണ്ട ഫോണുകൾ, ബാഗുകൾ, അതിനു വേണ്ടി ഞാൻ കണക്കിലേറെ ചെലവഴിച്ചു. അതെ, ചുരുക്കി പറഞ്ഞാൽ തൊലിവെളുപ്പ് കണ്ട് ഞാൻ മയങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നിങ്ങൾക്കെന്താ മയങ്ങാൻ മാത്രം ഞാൻ സുന്ദരിയല്ലേ? എൻ്റെ സ്കിൻ എന്താ വെളുത്തതല്ലേ? വെളുപ്പ്, നിൻ്റെ സ്കിന്ന് വെളുപ്പാണ്, പക്ഷെ നിൻ്റെ മനസ്സ് കറുപ്പാണ്. ദേ, എൻ്റെ നേരെ നിങ്ങൾ കൂടുതലായിട്ട് ഭീഷണിപ്പെടുത്താൻ വരല്ലേ. അതെ, ഫസീല നിങ്ങളെ ശരിക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. ഫസീലയെ ഉപദ്രവിച്ചവരും വേദനിപ്പിച്ചവരും ആരും ശരിക്ക് ജീവിച്ചിട്ടുമില്ല. അത് നിങ്ങൾ മറക്കണ്ട. ഫസീല, അല്പം കൂടി പോകുന്നുണ്ട് നിനക്കെന്താ എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇന്ന് തന്നെ നിനക്ക് ഇവിടുന്ന് പോകാം. പക്ഷെ പിന്നീടൊരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരരുത്. ഞാൻ എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് എൻ്റെ മക്കളുടെ കണ്ണീര് പോലും വകവെക്കാതെ നിൻ്റെ കൂടെ ജീവിച്ച് ചതിയിൽപ്പെട്ടവനാണ്. ഇനിയും നീ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. അതെ മിസ്റ്റർ, നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാൽ നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളല്ലെങ്കിൽ നിങ്ങളെപ്പോലല്ല അതിനേക്കാൾ സുന്ദരന്മാരും അതിനേക്കാൾ പണക്കാരുമായ 100 പേർ എനിക്ക് വരും. അല്ലാതെ നിങ്ങളുടെ കൂടെ എന്നും കാലാകാലം ജീവിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. അയാൾ ശരിക്കും അതാ പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഏത് നിമിഷത്തിനാണ് ഞാൻ ഇവളുടെ വലയിൽപ്പെട്ടതെന്ന് എനിക്കറിയുന്നില്ല. അതെ, ഞാനൊരു വിഡ്ഢിയായിപ്പോയി, വെറും ഒരു വിഡ്ഢി. അവൾ എൻ്റെ മുമ്പിൽ എല്ലാം നാടകം കളിക്കുകയായിരുന്നു. എൻ്റെ സ്വന്തം കുടുംബത്തെ, എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വരെ എനിക്കവിടെ ഒരു ദിവസം പോലും നിൽക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അപ്പോഴേക്കും എനിക്ക് പപ്പക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു. ആ കുഞ്ഞന്ന് ഒരുപാട് കരഞ്ഞു. ഒരു ദിവസമെങ്കിലും തൻ്റെ പപ്പയെ കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങണം എന്നുള്ള ആ ഒരു വാക്കുവരെ വില വെക്കാതെ ഞാൻ ഇവൾക്ക് വേണ്ടി വന്നു. കാരണം ഇവൾ അത്തരക്കാരിയാണ് എന്ന് കരുതിയിട്ട് അവൾ അഥവാ വൈകിക്കഴിഞ്ഞാൽ എൻ്റെ നേരെ വലിയൊരു സമരം അവൾ നടത്തുമെന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയി. എന്തിനു വേണ്ടി? ലോകത്തിൽ ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞു. എൻ്റെ ഓരോ ബുദ്ധിമോശം, അല്ലാതെ എന്ത് പറയാനാ? അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും പറഞ്ഞില്ലല്ലോ. അയാൾ ആ വിൻഡോയിലൂടെ നോക്കി. അതാ, അവൾ പോകുന്നൊരു പോക്ക് കണ്ടില്ലേ? ഓഹോ, ഓട്ടോ വിളിച്ചാണല്ലോ പോകുന്നത്. എങ്ങോട്ടാണാവോ? എവിടെയായാലും എനിക്കെന്താ? അതോ വേറെ ആളുകൾ വല്ലതും സെറ്റായോ? എന്തായാലും വേണ്ടില്ല, അവളിന്ന് വരുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യണം, അതുറപ്പാണ്. ഞാൻ അവൾക്ക് വേണ്ടി എന്തിനിവിടെ ജീവിക്കുന്നു? എൻ്റെ സാലറി 3/4 അവൾക്ക് വേണ്ടി ഞാൻ എന്തിനു ചിലവഴിക്കുന്നു? ഞാൻ ഇത്രക്കും ഒരു മരപ്പൊട്ടനായിപ്പോയി. ഫസീല നേരെ ചെല്ലുന്നത് എങ്ങോട്ടുമായിരുന്നില്ല. അതെ, പുത്തൻ വീട് തറവാട്ടിലേക്ക് അവളുടെ മക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ, അതിനുവേണ്ടി ബഹളം വെക്കാൻ. ഒരിക്കലും മക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നത് അവൾക്ക് ഇഷ്ടമൊന്നുമല്ല, പക്ഷേ കാര്യം നേടാൻ, സൗദി അവിടെ നിന്ന് പുറത്താക്കാൻ ഇതേ വഴിയുള്ളൂ എന്നതായിരുന്നു ലക്ഷ്യം. ഒരിക്കലും നവാസ് എൻ്റെ കൂടെ ജീവിക്കരുത്, നവാസ് ഒറ്റപ്പെടണം, നവാസ് ഒറ്റപ്പെട്ട് നരകിക്കണം. ആ ഒരു അവസ്ഥയാണ് എനിക്ക് കാണേണ്ടത്. ഒരു പെണ്ണും അയാൾക്ക് കിട്ടാത്ത അവസ്ഥയിലായി തീരണം. മക്കളായാലും നവാസ്കി ആയാലും അയാൾ ശരിക്കും കഷ്ടപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത്. സൗദ സുഖിക്കങ്ങ് ജീവിക്കുക, മൂപ്പരിക്ക് നല്ല സുഖമായുള്ള ജീവിതം, അതൊക്കെ ഞാനങ്ങ് നിർത്തിത്തരാം. അങ്ങനെ അതാ നേരെ പുത്തൻവീട് തറവാടിൻ്റെ പ്ലേസ് പറഞ്ഞു കൊടുത്ത് ഓട്ടോയിൽ കയറി. അല്പസമയത്തിന് ശേഷം അതാ ആ വീടിന് മുമ്പിൽ ഫസീല വന്നിറങ്ങുന്നു. ഓട്ടോയുടെ ശബ്ദം കേട്ട് നുസൈബ, പഠിച്ചവന് ആരോ ഓട്ടോയിൽ വരുന്നത്? ഉമ്മ. ആ മോളെ, ആരോ ഓട്ടോയിൽ വന്നിറങ്ങിയല്ലോ. മോളെ എവിടെ? അല്ല, ഗേറ്റിൻ്റെ അവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ഗേറ്റ് തുറന്നോ?
ആ ഉമ്മ ഗേറ്റ് തുറന്ന് അതാ വരുന്നു. ഉമ്മ ശരിക്കും ഞെട്ടി. അതാ കടന്നു വരുന്നത് മറ്റാരുമായിരുന്നില്ല. അവളുടെ വേഷം കണ്ടപ്പോൾ തന്നെ ഉമ്മ ഞെട്ടി. ചെറിയൊരു ബ്ലൗസും ജീൻസ് പാൻറ്റും ഒക്കെ ഇട്ട് വളരെയധികം പരിഷ്കാരിയായി ഒരു പെണ്ണ്. ഒരു നിമിഷം ഉമ്മാക്ക് തിരിച്ചറിഞ്ഞില്ല അതിപ്പോൾ ആരാ. പെട്ടെന്നാണ് ആ ഗ്ലാസ് മാറ്റി അപ്പോൾ ഉമ്മാക്ക് തിരിച്ചറിഞ്ഞത് അതെ, തൻ്റെ മരുമകൾ ഫസീലയായിരുന്നു അത്. ഉമ്മയും നുസൈബയും നോക്കി നിൽക്കുകയായിരുന്നു. അവൾ ഒരു കൂസലുമില്ലാതെ വന്ന് നേരെ സിറ്റൗട്ടിൽ കയറി. നേരെ അകത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, അല്ല എങ്ങോട്ടാ, ആരാ, എന്താ? ഉമ്മ ധൈര്യത്തോടെ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. അതേ, അറിയാത്ത രീതിയിൽ അഭിനയിക്കേണ്ട. എൻ്റെ മക്കളും ഉള്ള എൻ്റെ തറവാടാണിത്. അവരെവിടെ? എനിക്കവരെ കാണണം. മക്കളോ? ഏത് മക്കള്? മക്കള് സാധാരണ ഉമ്മാരപ്പണ് ജീവിക്കല്, അല്ലാതെ ഇവിടെ ഒറ്റക്കല്ല. മക്കൾ എൻ്റെ കൂടെ അല്ലേ? ദേ തള്ളേ, അനാവശ്യം പറയണ്ട. എൻ്റെ മക്കൾ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. എനിക്ക് കിട്ടണം അവരെങ്ങനെ വിളിച്ചു കൊണ്ടുപോവാ? മുകളിൽ റാണിയും രാജാവും കൂടി സുഖിക്കായിരിക്കില്ലേ അവിടെ മക്കളെയും കൂട്ടി? അതെൻ്റെ മക്കളാണ്, ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ അവരെ വിട്ടുതരില്ല. ഫസീലയുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മാക്ക് എന്ത് പറയണമെന്നായിപ്പോയി. ഉമ്മ അപ്പോഴും മനസ്സിൽ വിചാരിച്ചു, അടച്ചോനെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഉമ്മാക്ക് കാര്യമായിട്ട് പേടിയൊന്നും തോന്നിയില്ല. ഫസീല, നീ എന്താ ഇങ്ങോട്ട് കയറി വന്നത്? നീ എവിടെയായിരുന്നു? കടക്ക് പുറത്ത്. ഇതെന്താ, ആളുകൾക്ക് എപ്പോഴും ഇറങ്ങിപ്പോകാനും കയറി വരാനുള്ള സ്ഥലമോ? ഒരിക്കലും അല്ല, ഇറങ്ങണം ഇവിടുന്ന്. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ. അതെ, ഞാനിവിടെ ഇറങ്ങലേ, എൻ്റെ വീടാണിതാ, എന്നെ കെട്ടിക്കൊണ്ടുവന്ന തറവാട്. എൻ്റെ മക്കളുണ്ട് ഇവിടെ, എൻ്റെ മക്കളും എൻ്റെ ഭർത്താവിൻ്റെയും വീടാണ്. എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് പറയാൻ? എൻ്റെ കൂടെ വീടാണിത്, അല്ലാതെ നിങ്ങളുടെ മാത്രമല്ല. അതാ ആ നിൽക്കുന്ന അവളുണ്ടല്ലോ, ആ നുസൈബ, രണ്ടാം കെട്ടുകാരി. അതെ, അവളുടെ അതേ സ്ഥാനം എനിക്കുള്ളതാണ്. അല്ലാതെ ഇല്ല, നിന്നെ നവാസ് ഡൈവേഴ്സ് ചെയ്തതാണ്. ആര് പറഞ്ഞു? ഞാനതിൽ ഒപ്പിട്ടിട്ടൊന്നുമില്ല, ഒരിക്കലും വേർപ്പെട്ടിട്ടില്ല. ഇത് എൻ്റെ കൂടി വീടാണ്, ഞാൻ ഇവിടെ ഇനി താമസിക്കും. ഫസീലയുടെ അഹങ്കാരത്തോടു കൂടിയുള്ള ആ ഒരു സംസാരം. ദേ, ഞാൻ പോലീസിനെ വിളിക്കും, നീ വേണ്ടാത്തിന് നിൽക്കണ്ട. ഇവിടെ നീ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ, ഇറങ്ങിപ്പോണം ഇവിടുന്ന്. ഉമ്മ ധൈര്യപൂർവ്വം പറയുന്നു. ആഹാ, എന്നെ അങ്ങ് നിങ്ങൾ ആദ്യം ഇവിടുന്ന് ഇറക്കും, എന്നിട്ടല്ലേ? അതെ, ഞാൻ പോയതിനു ശേഷം ഇവിടെ ആരൊക്കെ വന്ന് കയറിയിട്ടുണ്ടല്ലോ, അവരെയൊക്കെ വലിച്ച് പുറത്തിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ഇതെൻ്റെ വാക്കാണ്. ഫസീല വിചാരിച്ചൊന്നും നേടാതിരുന്നിട്ടില്ല. എത്ര വലിയ കൊമ്പന്മാരെയും ഞാൻ ഇരുട്ടിലാക്കിയിട്ടുണ്ട്, അത് മറക്കണ്ട. ഐഷുമ്മ എന്ന ഈ ഒരു സ്ത്രീ, ആഹാ എന്താന്നില്ലേ അച്ചോനെ. ഷമ്മാസ് ആണെങ്കിൽ പോയും ചെയ്തു. ഈ ഒരു പെമ്പർന്നോള് അകത്തേക്ക് എന്ത് കരുതിയിട്ടാ കയറി വരുന്നത്? ഫസീല, ഇജ്ജ് പുറത്ത് കിടന്ന എവിടെങ്കിലും എവിടൊക്കെ പോയി ജീവിച്ചിട്ട് എനിക്ക് തീരെ ഒരു ഉളുപ്പില്ല ഇങ്ങോട്ട് കയറി വരാനേ. ഇജ്ജ് ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ കുട്ടികളെ കുറിച്ച് ഓർത്തോ? എൻ്റെ കുട്ടികൾ ഇവിടെ ഇല്ല, അവരൊക്കെ എവിടെയോ പോയി. നവാസ് അവരെവിടൊക്കെ കൊണ്ടാക്കി. ആരെ പോലെ നോക്കാൻ ആരുമില്ല. എൻ്റെ മക്കൾ നിങ്ങൾ എന്താ ചെയ്തത്? സത്യം പറയണം, എൻ്റെ മക്കൾ നിങ്ങൾ എന്തോ കാട്ടിക്കണല്ലേ? എൻ്റെ മക്കളില്ലാതെ ഞാൻ ഇവിടുന്ന് പോകൂല എന്ന് പറഞ്ഞ് അതാ ഫസീല അവിടെ സിറ്റൗട്ടിൽ പടിഞ്ഞിരിക്കുന്നു. ഉമ്മ പെട്ടെന്ന് അകത്ത് കയറി. നുസൈബ, ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ് വാതിൽ കൊട്ടിയടച്ചു. കുറേ കൈമാണ്ട് എഴുന്നേറ്റ് പോയിക്കോളും. അങ്ങനത്തോൽക്ക് അതാ നല്ലത്. തോന്നുമ്പോൾ കയറി വരിക, തോന്നുമ്പോൾ ഇറങ്ങി പോവുക. അത് ഇവിടെ നടക്കൂല. ഈ തറവാട്ടിൽ, ഈ പുത്തൻവീട് തറവാട്ടിൽ അത് നടക്കൂല. ഉമ്മ, എനിക്ക് പേടിയാകുന്നു. എന്ത് പേടി? അവളങ്ങോട്ട് പോയിക്കോളും, അവളെ വീട്ടിൽ കയറ്റാൻ പറ്റൂല. അയ്യേ, അവിടെ ഇവിടെ നടന്ന അശുദ്ധിയായി അവളെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടു. ഗേറ്റ് പൂട്ടിട്ടാൽ മതിയായിരുന്നു, അറിഞ്ഞില്ല വരുന്നത്. ഏതായാലും ഷമ്മാസ് പോയും ചെയ്തു. അവിടെ നിൽക്കട്ടെ ഓള്, കുറച്ചു നേരൊക്കെ അവിടെ നിൽക്കുള്ളൂ. ഈ വാതിൽ പൊളിക്കാനൊന്നും ഓളെ കൊണ്ട് കഴിയൂല, അവിടെ നിൽക്കട്ടെ. ഉമ്മയും നല്ല വാശിയിലായിരുന്നു. ഫസീല സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. അവളും വാശിയിൽ, ഒരിക്കലും ഞാൻ ഇവിടെ ഇരുന്ന് എണീറ്റ് പോവില്ല എൻ്റെ മക്കളെ കിട്ടാതെ എന്നുള്ള രീതിയിൽ. എന്നാൽ ഉമ്മ ആ ഭാഗത്തേക്ക് തന്നെ മൈൻഡ് ചെയ്തില്ല. മോളെ നുസൈബ, സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്ക് പോകണ്ട, ഇപ്പം ആരും വരാനില്ല. രാത്രി ഷാമോൻ വരുമ്പോൾ രാത്രിയാകും. തൽക്കാലം നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ ഭാഗത്തേക്ക് പോകുന്നേ വേണ്ട, കുഴങ്ങുമ്പോൾ എഴുന്നേറ്റ് പോയിക്കോളും. ഒരിക്കലും അവളെ ഇങ്ങോട്ട് കയറ്റാൻ ഒക്കത്തില്ല. അവൾ ഈ വീട്ടിൽ കയറിയാൽ ഈ വീട് മുഴുവൻ നാശമായി പോകും. ഒരിക്കലും അവളെ കയറ്റാൻ പാടില്ല. ഉമ്മയും വാശിയിൽ തന്നെ. ഉമ്മ ആർക്കും വിളിച്ചില്ല, വിളിക്കേണ്ട ആവശ്യമില്ല. കുറേ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോയിക്കോളും വിശക്കുമ്പോൾ. ഓള് കാട്ടിക്കൂട്ടിയതും അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. എന്തൊക്കെയാണ്? എന്നിട്ട് അവൾ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു, ഈ വീട്ടിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. അവളുണ്ട് കയറി വരട്ടെ,
അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക, സിറ്റ് ഔട്ടിൽ അവിടെ കിടക്കട്ടെ, കുറേ കൈമണ് പോയിക്കോളൂ. എന്നാൽ ഫസീല വാശിയോടെ അവിടെ തന്നെ കിടക്കുകയാണ്. ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെ തോന്നി തുടങ്ങി. എന്താ റബ്ബേ ഇങ്ങനത്തെ ഒരു സാധനത്തിന് വീണ്ടും വലിഞ്ഞു കയറി വരാൻ നാണമില്ലല്ലോ ഓൾക്ക്. വല്ലാത്തൊരു സാധനം. ഇതുവരെ മക്കളെവിടെന്നോ കുട്ടികളെവിടെന്നോ ഒന്നും അന്വേഷിക്കാതെ കണ്ടവൻ്റെ കൂടെയൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ കൊണ്ട് കയറി വന്നിക്കാണ്. എന്നാൽ ഈ സമയം അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന അയാൾ ഫസീല പോയത് അയാൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എന്തിനാണ് അവളെ വെച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒരിക്കലും ഒന്നിനും കൊള്ളാത്തവൾ എൻ്റെ ക്യാഷിന് വേണ്ടി മാത്രം ജീവിക്കാണ് എൻ്റെ കൂടെ. അതാണ് അവളെ ലക്ഷ്യം. അവളെ ഇനിയും വെച്ചുകൊണ്ട് നിന്നാൽ എൻ്റെ കുടുംബം മുടിയും, അതുറപ്പാണ്. അയാളും ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.